പദവികൾ ഒഴിഞ്ഞിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് അവർ കാരണമായിട്ട് പറയുന്നത്. അത് ഇത്തരം പാർട്ടി തീരുമാനങ്ങളിലും നിലപാടുകളിലും പരസ്യമായി പ്രതികരണം ഇതുപോലെ നടത്തുന്നത് അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ട് ആ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് അവർക്ക് വിശദീകരണം നോട്ടീസ് അയക്കാൻ ദേശീയ കമ്മിറ്റി തീരുമാനിച്ചതായി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എന്ന് പാർട്ടി തീരുമാനിക്കും. ഞങ്ങളെ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനമാണ് എല്ലാ പാർട്ടിക്കാരുടെയും നിലപാട്. 10-25 ലക്ഷം മെമ്പർഷിപ്പുള്ള അംഗങ്ങളുള്ള ഒരു പാർട്ടിയല്ലേ ഇത്. ഈ ഒരാളല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞോ? അപ്പം അതുകൊണ്ട് അതുമെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. നൂർബിന തെറ്റുകൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ലെങ്കിൽ വിശദീകരണ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലപാട് സ്വീകരിക്കും. അല്ല, അതൊക്കെ ഈ പറഞ്ഞതിൽ അതൊക്കെ പെട്ടു. എന്തൊക്കെ അവർ പറഞ്ഞോ അതിനൊക്കെ വിശദീകരണം ആവശ്യപ്പെടും. അതിൻ്റെ വിശദീകരണ രീതി അനുസരിച്ച് ഞങ്ങൾ പാർട്ടി നിലപാട് സ്വീകരിക്കും. പരസ്യമായ അതിർത്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം നൂർബിന റഷീദിനോട് സംസാരിച്ചിരുന്നോ? പ്രശ്നം അല്ലെങ്കിൽ ആ അതിർത്തി പരിഹരിക്കുന്നതിന് ഇടപെടുന്ന അല്ല, അവർ ഞങ്ങളോട് അതൃപ്തി പറഞ്ഞാലല്ലേ ഞങ്ങൾ സംസാരിക്കുക. അവർ മാധ്യമങ്ങളോട് അതൃപ്തി പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? അതിന് പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പാർട്ടിയുടെ പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, അതിനനുസരിച്ച് പോയാൽ പാർട്ടി ഉണ്ടാവും. അല്ല, പുറത്തുള്ള ആളുകളുടെ പിന്തുണയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പോവാം. ഒരു പ്രതിസന്ധിയില്ല, ഒരു വോട്ട് പോലും അതുകൊണ്ട് എവിടെയും കുറയില്ല. ഈ അച്ചടക്കം ഇല്ലാത്ത നടപടിയാണ് അത് സ്വീകരിച്ചതെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഈ പ്രാഥമികമായിട്ട് നിങ്ങൾ വിലയിരുത്തൽ എന്താ? ഒരു പാർട്ടി തീരുമാനത്തിനെതിരെ ഒരു പാർട്ടി അംഗം പരസ്യമായി പ്രതികരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും പൊതുരംഗത്തുള്ളവരല്ലേ. എപ്പോഴാണ് ചോദിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് മറ്റു നടപടികളിലേക്ക് പോകും. പറഞ്ഞല്ലോ, അത് 100 വട്ടം പറഞ്ഞു. വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? ഇനി വനിതാ ലീഗിൻ്റെ നിലപാട് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ദേശീയ കമ്മിറ്റി പറയണം. ഏതെങ്കിലും വ്യക്തി വന്ന് പറഞ്ഞാൽ വനിതാ ലീഗിൻ്റെ നിലപാടല്ല. ഈ പേരാമ്പ്രയിലെ LDFന്റെ ഒരു അനൗൺസ്മെന്റ് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതായത് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അതിൽ വർഗീയമായ പരാമർശമുണ്ട് എന്ന നിലയിലാണ് UDFന്റെ ആരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിൽ വർഗീയമായ നിലപാടില്ലേ? വർഗീയമായ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ കൽപ്പിച്ചു കൂട്ടി നടത്തിയൊരു പ്രചരണമാണ് എന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും, ഞങ്ങൾക്ക് മാത്രമല്ല. നേരത്തെ വടകരയിൽ ഷാഫിക്കെതിരെ കാഫർ സ്ക്രീൻ പ്രിൻ്റ് വന്നത് ഇതുപോലെയാണ്. ഇത് പരാജയം തൊട്ട് മുമ്പിൽ എത്തുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു കളിയാണ്. സത്യത്തിൽ BJPയേക്കാളും വർഗീയത ആളിക്കത്തിച്ച് 4 സീറ്റ് 3 വോട്ട് കൂട്ടാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി ജന്മനാ കൊണ്ടു നടക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും കൃഷ്ണപിള്ളയുടെയും AKGയുടെയും ഒക്കെ പാർട്ടി പിണറായിയിലേക്ക് എത്തിയപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇത് കേരളത്തിലെ ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ഇതിൻ്റെ ഞങ്ങൾ നിയമപരമായി നേരിടാൻ പരാതി കൊടുത്തിട്ടുണ്ട്, മറ്റ് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയമായി ഞങ്ങളതിനെ ജനങ്ങളെ ബോധവാന്മാരാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മതേതര ചിന്താഗതിക്കാരായ മനുഷ്യർ UDFൻ്റെ കൂടെ കൂടുതൽ പിന്തുണയോടുകൂടി നിൽക്കും. അതിനുള്ള ഒരു കാരണം കൂടിയാണിത്. വടകരയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഇത്തരം ഈ മണ്ഡലങ്ങളിലൊക്കെ ഞങ്ങൾ വിജയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.